लोका समस्ता सुखिनो भवन्तु। लोका समस्ता सुखिनो भवन्तु। लोका समस्ता सुखिनो भवन्तु। ഇന്നത്തെ മതസൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ, ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ശ്രീ വീരഭദ്രാനന്ദ സ്വാമികൾ, ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ വി പി സുഹൈബ് മൗലവി, ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവി, ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കുചേരുന്ന നാനാജാതി മതസ്ഥരായ സഹോദരീ സഹോദരന്മാരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി മതസൗഹാർദ്ദ സമ്മേളനം ഇവിടെ നടക്കുകയാണല്ലോ. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മണ്ണാണ് മാവേലിക്കര. ബുദ്ധം ശരണം ഗച്ഛാമി എന്ന ബുദ്ധമന്ത്രം മുഴങ്ങുന്ന ബുദ്ധവിഹാരങ്ങളാൽ അനുഗ്രഹീതമായ മണ്ണിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓണാട്ടുകരയ്ക്ക് യുനെസ്കോ പ്രത്യേക പരാമർശത്തിലൂടെ ആഗോളതലത്തിൽ പ്രശസ്തി ചാർത്തിക്കൊടുത്ത കുത്തിയോട്ടത്തിൻ്റെയും കെട്ടുകാഴ്ചകളുടെയും ഭൂമിയായ ചെട്ടികുളങ്ങര അമ്പലവും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ടിയൂർ ക്ഷേത്രവും ഈ മണ്ണിലാണ്. മതസൗഹാർദ്ദത്തിന് പേരുകെട്ട കുറ്റിത്തെരുവ് ജുമാഅത്തും ഈ മണ്ണിലാണ്. മാവേലിക്കര സുനഹദോസും മാവേലിക്കര പടിയോലയും സഭയുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തുന്ന പുതിയകാവ് പള്ളിയും CMS മിഷണറിമാരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന CSI ക്രൈസ്റ്റ് ചർച്ചും ഈ മണ്ണിലാണ്. അതിനാൽ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത്. രാജാ രവിവർമ്മയും കേരളപാണിനിയും ഈ നാടിൻ്റെ പ്രൗഢ സന്തതികളാണ്. മാവേലിക്കര രാജകുടുംബവും കൃഷ്ണപുരം കൊട്ടാരവും ഈ നാടിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ നവതിയോടനുബന്ധിച്ചുള്ള മതസൗഹാർദ്ദ സമ്മേളനത്തിന് ഈ മണ്ണിൽ കൊടി ഉയരുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ശതാബ്ദിയിലേക്കുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ചയിൽ ഇതര മതങ്ങളോടുള്ള സൗഹൃദത്തിനും സംഭാഷണത്തിനും മാവേലിക്കരുടെ മണ്ണ് വേദിയാകുന്നു എന്നതിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകവും സംസ്കാരവും സൗഹൃദവും ഊട്ടി ഉറപ്പിക്കുകയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമുയർത്തുവാനും മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും പേരിലുള്ള എല്ലാത്തരം അതിക്രമങ്ങളും അസഹിഷ്ണുതയും ഇല്ലാതാക്കുവാനും ഈ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർഷഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഉറപ്പിക്കുന്നതിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന വ്യക്തികളിൽ പ്രധാനിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരിക്കുന്ന ശ്രീ വെങ്കയ്യ നായിഡു. ഭാരതത്തിൻ്റെ വൈവിധ്യപൂർണമായ സംസ്കാരങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ മതങ്ങൾ ഒരു മാലയിലെ മുത്തുപോലെ പരസ്പരം ബന്ധിതരായിരിക്കണം എന്ന് തൻ്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമ്മേളനത്തിന് ആശംസ അറിയിക്കുന്നത് ശ്രീ വെങ്കയ്യ നായിഡു അവറുകളാണ്. ഇന്നത്തെ മതസൗഹാർദ്ദ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്നത്തെ ഈ സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡുവിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രണാമം. മലങ്കര സഭയ്ക്ക് പൊതുവായും മലങ്കര ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകമായും പൊതുസമൂഹത്തിൽ മറ്റു മതങ്ങളുമായുള്ള ബന്ധത്തിന് ചുക്കാൻ പിടിക്കുന്നതിൽ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ നമുക്ക് ചുറ്റും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ തൻ്റെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും
സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം തീർക്കുന്നതിൽ അഭിമന്യ പിതാവ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുന്ന അഭിമന്യ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹൈന്ദവ സമുദായത്തെ ഇന്നത്തെ സമ്മേളനത്തിൽ പ്രതിനിധീകരിക്കുന്നത് രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മഠമായ ഹരിപ്പാട് രാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷരായിരിക്കുന്ന ശ്രീ വീരഭദ്രാനന്ദ സ്വാമികളാണ്. ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും പഠനങ്ങളിൽ ആകൃഷ്ടനായി 21-ാം വയസ്സിൽ രാമകൃഷ്ണ മഠത്തിൽ ചേർന്ന സ്വാമികൾ ശ്രീ ശാരദാദേവിയുടെ ശിഷ്യനായ ശ്രീമദ് സ്വാമി വീരേശ്വരാനന്ദജി മഹാരാജ സ്വാമികളുടെ കീഴിൽ ഉപനയനം ആരംഭിച്ചു. തുടർന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യനായിത്തീർന്ന രാജ അജിൽ സിംഗിൻ്റെ ആസ്ഥാനമായ രാജസ്ഥാനിലെ ഖേത്രിയിൽ തൻ്റെ സന്യാസ ജീവിതം ആരംഭിക്കുകയുണ്ടായി. 1988 ശ്രീ വീരഭദ്രാനന്ദ സ്വാമികൾ സന്യാസ ജീവിതത്തിലേക്ക് ആവശ്യമായ വ്രതങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ആത്മീയ ജീവിതമായും വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രഭാഷണങ്ങൾ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ നൽകുകയും ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ പ്രഭാഷണങ്ങൾ നയിക്കുകയും ചെയ്യുന്ന സ്വാമികളെ 2001 ശ്രീലങ്കയിൽ ആത്മീയ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയുണ്ടായി. ശ്രീ ശാരദാദേവിയെക്കുറിച്ചുള്ള ധ്യാനം, ശ്രീ രാമകൃഷ്ണനെക്കുറിച്ചുള്ള ധ്യാനം എന്നീ പുസ്തകങ്ങൾ മലയാളത്തിലും തമിഴിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഫ്യൂ മിനിറ്റ്സ് വിത്ത് യു, സ്വാമി വിവേകാനന്ദ ധ്യാനമെന്ന കൃതി തമിഴ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ആസ്പദമാക്കി വിശ്വമിത്ര വിവേകാനന്ദൻ എന്ന പുസ്തകം 2019 മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. ശ്രീ രാമകൃഷ്ണൻ്റെയും വിവേകാനന്ദൻ്റെയും ഭക്തർക്കായി കേരളത്തിൽ രാമകൃഷ്ണ വിവേകാനന്ദ ഭക്തസമ്മേളനം ആദ്യമായി ക്രമീകരിക്കുവാൻ നേതൃത്വം വഹിച്ചു. കൂടാതെ മലേഷ്യയിലെ ശ്രീ രാമകൃഷ്ണ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും ശ്രീലങ്ക, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, തായ്ലൻഡ്, ഹോങ്കോങ്, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശ്രീ രാമകൃഷ്ണ സന്ദേശം നൽകുകയും ചെയ്യുന്നതിനായി സന്ദർശിക്കുകയുണ്ടായി. വീരഭദ്രാനന്ദ സ്വാമികളെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഇസ്ലാം മതത്തിൽ നിന്നും ആശംസകളേകി സംസാരിക്കുന്നത് ഡോക്ടർ VP സുഹൈബ് മൗലവിയാണ്. കഴിഞ്ഞ 4 വർഷമായി പാളയം ജുമാ മസ്ജിദ് ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന VP സുഹൈബ് മൗലവി അദ്ദേഹം പെരിന്തൽമണ്ണ് സ്വദേശിയാണ്. അരിക്കുപറമ്പാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബി ഭാഷയിലും അറബി സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടുകയും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഖുറാൻ വ്യാഖ്യാന വൈവിധ്യങ്ങളിൽ ഭാഷാപരമായ ചർച്ചകളുടെ സ്വാധീനമെന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിലും തിരൂർ സംസ്കൃത സർവകലാശാലയിലും തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി നിരവധി മസ്ജിദുകളിൽ ഇമാമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരികളിൽ ഒരാളും തിരുവനന്തപുരത്തെ മതസാംസ്കാരിക വേദികളിൽ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ VP സുഹൈബ് മൗലവിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1956 കയ്യൂർ എന്ന പ്രദേശത്ത് ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കാരൂർ നല്ലിടയൻ മൈനസ് സെമിനാരിയിൽ പ്രവേശിക്കുകയും ചെയ്ത അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം 1982 പുരോഹിതനായി അഭിഷിക്തനായി. അരുവിത്തുറ, രാമപുരം എന്നീ ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് ശേഷം
1984 ഉപരിപഠനം റോമിൽ നിർവഹിക്കുകയും ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. ദീർഘകാലം കോട്ടയം വടവാതൂർ സെമിനാരിയിൽ പ്രൊഫസറായും പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. അഭിമന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ പിൻഗാമിയായി 2004 മാർച്ച് 18 പാലാരൂപതയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു. ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ പിതാവ് 35-ൽ അധികം പുസ്തകങ്ങളുടെയും അനേകം ലേഖനങ്ങളുടെയും രചയിതാവാണ്. ഭാരത കത്തോലിക്ക സഭയുടെ ഡോക്ടറൽ കമ്മീഷന്റെ ചെയർമാനായും സഭൈക്യവേദികളിലെ സ്ഥിര സാന്നിധ്യമായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അതോടൊപ്പം നവസുവിശേഷവൽക്കരണം സംബന്ധിച്ചും കുടുംബങ്ങളെ സംബന്ധിച്ചും റോമിൽ വെച്ച് നടന്ന സിനഡിൽ സംബന്ധിക്കുകയുണ്ടായി. ഇന്നത്തെ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന KCBC കമ്മീഷൻ ഫോർ ഫാമിലി, ലൈറ്റി ആൻഡ് ലൈഫ് ചെയർമാനും കമ്മീഷൻ ഫോർ എക്യുമെനിസം ആൻഡ് ഡയലോഗ് വൈസ് ചെയർമാനുമായ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും വിവിധ മതങ്ങളിലെ പ്രതിനിധികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനം മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, റെസ്പെക്റ്റഡ് യുവർ എക്സലൻസി ശ്രീ വെങ്കയ്യ നായിഡു, ഓണറബിൾ dignitaries, much revered leaders of various religious communities, my dear bishops, fathers, sisters, and friends. It gives me great joy in presiding over this function, which commemorates the 90th anniversary of the much reputed reunion movement led by Archbishop, the servant of God, Marivanios. I'm extremely happy and feel privileged to be part of this August assembly and also to be part of this celebration which is being held in Mavelikara, the birthplace of this much revered prelate who is known for his sanctity and social commitment. At the very outset, I must say, the Honorable Vice President of India, Sri Venkaiah Naidu, our beloved leader, who has found time to be with us on this auspicious occasion to inaugurate this interreligious meeting. And this has been designed in such a way that dialogue between people of different faith is a reality and is to be recognized as a living reality which will have its fruits and positive effects on the society. On behalf of the Malankara Syrian Catholic Church, I thank His Excellency Sri Venkaiah Naidu, the Honorable Vice President of India, for having found time to bless us and to guide us in this commitment of the Church. വിവിധ തലങ്ങളിൽ ശ്രേണികളിൽ
മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നിരന്തരമായ സംഭാഷണത്തിൽ ഏർപ്പെടണം എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, സമൂഹങ്ങളുടെ അനിവാര്യതയാണ്. വ്യത്യസ്തങ്ങളായ വിശ്വാസ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഈ സംഭാഷണവും സംവാദവും നിലനിർത്തുക എന്നത് ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സവിശേഷതയാണ്. ഇന്ത്യയിലെ വിവിധ മതസമൂഹങ്ങളിൽ വിശ്വാസ സമൂഹങ്ങളായി ജീവിക്കുമ്പോഴും ഈ സംഭാഷണം ഇന്നും തുടരുന്നു എന്നത് ഒരു സവിശേഷതയാണ്. ഏതെങ്കിലും ഒരു സംഭവമോ ഒരു ദുരന്തമോ ഒരു അപകടമോ വരുമ്പോൾ ഒരുമിച്ച് വന്ന് നാം ആലോചിക്കുന്നു എന്നതിനേക്കാളുപരിയായി ഇറ്റ് ഈസ് എ ഡയലോഗ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ ഒരു സംഭാഷണം, ഒരു സമീപനമാണ്. നമ്മുടെ മഹത്തായ രാജ്യം, അത് മഹത്തായത് എന്ന് നാം വിശേഷിപ്പിക്കുന്നതിൻ്റെ പിറകിൽ അനേക ഘടകങ്ങളുണ്ട്. ഒരു പ്രധാന ഘടകം നമ്മുടെ ഈ സംസ്കാരത്തിൽ എല്ലാറ്റിനും അതാതിൻ്റേതായ സ്ഥലമുണ്ട്, സ്ഥാനമുണ്ട് എന്നതാണ്. നമ്മുടെ ആധുനിക ഇന്ത്യയും പുരാതന ഇന്ത്യയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ എല്ലാവർക്കും എല്ലാറ്റിനും ഒരിടമുണ്ട്, ഒരു നിലയുണ്ട്. അതാണ് ഈ രാജ്യത്തിൻ്റെ വലിയ സവിശേഷത. മൈക്രോസോഫ്റ്റ് കമ്പനി ലോകത്ത് നൽകിയിട്ടുള്ള ചില വിപ്ലവങ്ങളുണ്ട് ഈ ആധുനിക കാലത്ത്. എന്നാൽ ഭാരതം ലോകത്തിന് നൽകിയ ഒരു വിപ്ലവ സൂക്തം ഗ്ലോബൽ വില്ലേജ് എന്ന പദത്തിന് മുൻപ് ആവിർഭവിച്ചതും പ്രചാരത്തിലായതുമാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന ഒരു പുതിയ സംജ്ഞ നമുക്ക് നൽകിയതൊരു പക്ഷേ കമ്പ്യൂട്ടറായിരിക്കാം. എന്നാൽ വസുധൈവ കുടുംബകം എന്നത് ലോകത്തിന് നൽകിയത് ഭാരതീയ സംസ്കൃതിയാണ്. നാം ഇതെങ്ങനെ തിരിച്ചറിയും? സംഭാഷണവും സംവാദവും വഴിയല്ലാതെ ഇത് തിരിച്ചറിയുവാൻ നമുക്കാവില്ല. ആധുനിക ഭാരതം വിവിധ മണ്ഡലങ്ങളിൽ മുന്നേറുമ്പോഴും നമ്മെ അടിത്തറയിൽ പിടിച്ചു നിർത്തുന്ന ഇപ്രകാരമുള്ള സമീപനങ്ങൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ്. വ്യക്തികളായി മുന്നേറി വലിയവരാകാമെന്ന് പഠിപ്പിച്ച ആധുനിക യൂറോപ്യൻ ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ നമുക്ക് പരിചിതമാണ്. ഒറ്റയ്ക്ക്, അത് മാതാപിതാക്കളെയും മുതിർന്ന മാതാപിതാക്കളെയും ഒക്കെ വിട്ട് നമുക്ക് ഓരോരുത്തരായി വളരാൻ ശ്രമിക്കാം. സാമ്പത്തിക അടിത്തറ അങ്ങനെ ഉണ്ടാക്കാം. അവിടെയാണ് വസുധൈവ കുടുംബകവും ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലെറ്റ് ദെയർ ബി ജോയ് ടു ദ ഹോൾ വേൾഡ്. സുവിശേഷത്തിൽ പറയുന്ന സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നത് ഓർമ്മപ്പെടുത്തുന്നത് പോലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു വരം നേരാൻ ഈ സംസ്കാരത്തിന് കഴിയുന്നത് ലോകത്തെ ഒന്നായി കാണുന്നത് കൊണ്ടാണ്. മാറിവാനിയോസ് തിരുമേനി എന്ന മലയാളക്കരയുടെയും മാവേലിക്കരയുടെയും അഭിമാനപുത്രൻ ലോകത്തിന് നൽകുന്ന ഒരു സമ്മാനം നമ്മുടെ സംസ്കാരത്തെ അതെവിടെയായിരുന്നാലും മാനിക്കുന്ന ഒരു സമീപനം നാം കാത്തു സൂക്ഷിക്കണം എന്നതാണ്. ഇപ്രകാരമുള്ള ഈ ഒരു കൂടിവരവ് നമ്മളുടെ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ
നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് നാം സംഘടിപ്പിക്കുമ്പോൾ നാം ഓർക്കുക, നാം ഈ ചരിത്രത്തോട് കൂറ് പുലർത്തി നമ്മുടെ സംവാദങ്ങളും സംഭാഷണങ്ങളും സമ്പർക്കങ്ങളും സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ട് മുന്നേറുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. മാർ ഇവാനിയോസ് തിരുമേനി ഭാരതീയ സന്യാസ ജീവിതത്തിൻ്റെ ആഭിമുഖ്യം ക്രിസ്തീയതയിലും കത്തോലിക്ക വിശ്വാസത്തിലും ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന ആചാര്യനാണ്. പിതാവിൻ്റെ ദർശനപ്രഭ അനേകരെ ഈ മണ്ഡലത്തിൽ കൂടുതൽ പ്രകാശിതരാക്കിയിട്ടുണ്ട്. ഈ മതാന്തര സംഭാഷണ സമ്പർക്ക വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വിശ്വാസ സമൂഹ പ്രതിനിധികളോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആദരവ് ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് പങ്കുവയ്ക്കട്ടെ, നമ്മുടെ സഹോദരി മതങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ നമ്മുടെ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളോട് ഒരുമിച്ച് അല്പസമയം പങ്കിടുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പെരുന്നയിലും ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൈക്കം സത്യാഗ്രഹം നടന്ന ഇടത്തും മറ്റനേകം സ്ഥലങ്ങളിലും പാണക്കാട്ട് കുടുംബത്തും എല്ലാം ഈയൊരു ബന്ധം കാണുന്നതിന് ഇടയായിട്ടുണ്ട്. അധിനിവേശവും ആധിപത്യവുമല്ല, മനസ്സ് തുറക്കുന്ന സംഭാഷണവും മനസ്സ് നിറഞ്ഞ് ആശ്ലേഷിക്കുന്ന ബന്ധവും നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ജീവിതഗന്ധിയാക്കും. ആളുകളുടെ സംസ്കാരത്തെ ഉയർത്തുവാൻ കഴിയും. മാർ ഇവാനിയോസ് തിരുമേനി എന്ന സംവാദങ്ങളുടെയും സംഭാഷണങ്ങളുടെയും പ്രധാനാചാര്യൻ്റെ ഒരു വലിയ ഓർമ്മയെ നാം മാനിക്കുമ്പോൾ ഈ മതാന്തര സംവാദ സംഭാഷണ വേളയിൽ പുതിയ വെളിച്ചം നമുക്ക് ലഭിക്കട്ടെ. എല്ലാവരോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള ആദരവ് അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഈ 90 വർഷക്കാലത്തെ 2000 വർഷക്കാലത്തെ ഈ സമൂഹത്തിൻ്റെ ഇവിടുത്തെ ജീവിത അനുഭവത്തിൽ ഞങ്ങളുടെ ഹൈന്ദവ കുടുംബങ്ങളും ഞങ്ങളുടെ ഇസ്ലാം മതവിശ്വാസികളുടെ കുടുംബങ്ങളും മറ്റ് മതസ്ഥരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ പിന്തുണയ്ക്കും കരുതലിനും ഞങ്ങളുടെ കുടുംബങ്ങളെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്വന്തമായി കരുതിയ നിങ്ങളുടെ ഹൃദയവിശാലതയ്ക്കും ഞാൻ സഭയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ജഗദീശ്വരൻ നമ്മുടെ കർത്താവ് പരമകാരുണ്യവാനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. I am now reading a message from the Honorable Vice President of India, Sri M. Venkaiah Naidu. Message. I am happy to know that an interreligious meeting is being held as a part of the 90th Reunion Day Navati celebrations of the Siro-Malankara Catholic Church at Mavelikara, Alappuzha District, Kerala from 18-21st September 2020. The Siro-Malankara Catholic Church is one of the oldest churches in Kerala. I am happy to know that during the course of its journey, the church has become firmly rooted in the socio-cultural milieu of Kerala and has evolved its own ecclesiastical, liturgical, spiritual and administrative traditions. I am glad that the church has been working tirelessly for the educational, social, cultural and economic upliftment and empowerment of the people of Kerala, especially the youth. I extend my greetings and good wishes to the organizers and the participants of the 90th Reunion Day Navati celebrations of the Siro-Malankara Catholic Church and wish the celebration a grand success.
signed M. Venkaiah Naidu, New Delhi, 10 September 2020. Moran Mos Basilos Cardinal Clemis Catholicos. And my namaskarams to all the dignitaries on the stage and to the wonderful audience who have so kindly gathered here to share these beautiful thoughts on this earth. I am also glad that Malankara Syrian Catholic Church has joyfully come forward to celebrate their 90th reunion celebration, keeping the theme which is most needed subject of this hour, the harmony of religions. I will chant to you a beautiful mantra from Vedas, and along with that we will share a few thoughts on the harmony of religions in the name of Hinduism and India. Om madhuvatartayate madhuksharanti sindhavah madhvirnas santoshadhihi madhunaktamutoshasi madhumatparthivagum rajah madhudhyaurastu nah pita madhumano vanaspatir madhumagum astu suryah madhvirgavo bhavantu nah. Om shanti 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 harihi om. May the winds blow sweetly, may the rivers flow sweetly, may plants and herbs be sweet to us, may night and morning be sweet to us, may the dust of the earth be sweet to us, may the heavens be sweet to us, may the trees be sweet to us, may the sun shine on us sweetly, may the cows yield sweet milk, may the tender sweetness pervade the whole universe. This mantra can be chanted by people of any religion if they want and believe in the harmony of religions. Now Corona has taught that irrespective of your country, race, religion, language, culture, etc., we are one, and coronavirus can attack any one of us irrespective of the above factors and irrespective of our being a man or woman, saint or sinner, young or old, and one is the head of the country or the peon, or one is sane or insane. This oneness of the universe, a grand idea of India, must be taught to children of all religions in all the country. Otherwise, it is impossible to bring the harmony of religions by mere talking or arranging meetings and discussing about it, because when one religion believes that that alone is real and starts converting people belonging to other religion, either taking advantage of their poverty or any situation, they are sowing the seeds of discord. And when you bring discord, you can't expect other religions to follow this harmony, because they will be wiped out by your religion, which believes that your religion alone is true. Therefore, self-preservation principle goes against this double standard, talking one thing and doing another thing. So it must be a collective effort globally by all religions and simultaneously. It must be a universal religious charter, not only to tolerate but accept all religions as true. Thus, this idea of oneness of universe or unity in diversity should become the universal religious teaching from the basic level of education of a child
belonging to all religions in all countries. And then one has to indulge in self-observation and self-restraint in his thoughts, words and actions as he practices religion to see that he does not create the disharmony. Harmony is a practical and behavioral principle and not a theory. An ounce of practice is better than tons of talks on harmony of religion. I repeat, an ounce of practice is better than tons of talks on harmony of religions. Swami Vivekananda's thought is quite significant. I would like to repeat it. We want to lead mankind to the place where there is neither the Vedas, nor the Bible, nor the Quran. Yet this has to be done by harmonizing the Vedas, the Bible and the Quran. Mankind ought to be taught that religions are but the varied expressions of the religion, which is oneness, so that each may choose that path that suits him the best. May that generosity of heart and broadness of mind and actualization and practicalization of this unifying idea take place in the life of every individual for harmony to blossom in the world is my prayer. Om. I congratulate Malankara Syrian Catholic Church and all the persons connected with this church for having brought out this wonderful theme of harmony of religion, which is a need of the hour. May the infinite blessings of the Almighty be on one and all. Om. ബഹുമാന്യരായ പിതാക്കന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന വേളയിലാണ് നമ്മളുള്ളത്. ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയ രംഗത്തു മാത്രം ഒതുങ്ങുന്ന സഭയല്ല സീറോ മലങ്കര കത്തോലിക്ക സഭ. ആതുര സേവാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു ജനസേവന പ്രവർത്തനങ്ങളിലും വലിയ സേവനമാണ് സഭ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ക്രൈസ്തവ വിശ്വാസങ്ങളെ മാത്രം പ്രതിനിധീകരിച്ച് അതിൽ മാത്രം പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്ന പിതാക്കന്മാരല്ല ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. മതസൗഹാർദ്ദ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വലിയ പ്രാതിനിധ്യം നിർവഹിക്കുന്ന ബിഷപ്പുമാരും അച്ഛന്മാരും നേതൃത്വം കൊടുക്കുന്ന മഹത്തായിട്ടുള്ള കൂട്ടായ്മയാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സഭാപ്രവർത്തനങ്ങൾ സജീവമാവേണ്ടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവർഗീയമായിട്ടുള്ള മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത വീക്ഷണങ്ങൾ സമൂഹത്തിൽ കരുപ്പിടിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സഭയെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്ന കർദിനാൾ പിതാവിനെ എനിക്ക് നല്ലതുപോലെ പരിചയമുള്ള ഉന്നത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ബൈബിളിൽ എത്രമാത്രം അഗാധമായ ജ്ഞാനമുണ്ടോ, അറിവുണ്ടോ, സമാനമായിട്ടുള്ള അറിവ്, തത്തുല്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഇതര വേദഗ്രന്ഥങ്ങളിലുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവത്ഗീത, അതുപോലെ വിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ആഴത്തിൽ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള
ഉദ്ധരണികൾ കടന്നു വരികയും ചെയ്യാറുണ്ട്. ഇതുപോലെയാണ് സഭയിലെ ഓരോ പിതാക്കന്മാരും അതുപോലെ തന്നെ ഓരോ അച്ഛന്മാരും നല്ലതുപോലെ വ്യത്യസ്ത സംസ്കാരങ്ങളെയും വ്യത്യസ്ത മതങ്ങളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഒരർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സമൂഹത്തിൻ്റെ സൗഹാർദ്ദത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന മഹത്തായിട്ടുള്ള സഭയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ഇത്തരം സഭാപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ സജീവമാവേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. വർഗീയമായ ചിന്താഗതികൾ ചിലപ്പോഴെങ്കിലും ചിലരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വളരെ ദൗർഭാഗ്യകരമായ നിമിഷങ്ങളുണ്ട്. ഇവിടെയാണ് മഹാന്മാരുടെ ജീവിതപാത നമ്മെ പഠിപ്പിക്കുന്ന വലിയ ദർശനങ്ങൾ, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ദർശനങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് ലോകത്തെ പഠിപ്പിച്ച മഹത്തായ ആശയം നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ദേവാലയങ്ങളുടെ ചുമരുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുവിൻ്റെ വചനം വലിയ സമകാലിക പ്രസക്തിയുള്ള വചനമാണ്. ഒരുപക്ഷെ നാം ഒരുപാട് കേട്ടതുകൊണ്ട് നമുക്കതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മനുഷ്യർ അവരേകോദര സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് നമ്മുടെ മുൻഗാമികൾ ലോകത്തോട് സംസാരിച്ചിട്ടുള്ളത്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് മഹാനായ പ്രവാചകൻ തിരുമേനി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ മുമ്പിൽ രുചികരമായ ആഹാരം, പ്രത്യേക വിഭവങ്ങൾ വീട്ടുകാർ ഉണ്ടാക്കി കൊണ്ടുവന്നു വെച്ചാൽ ഉടനെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നിങ്ങൾ നമ്മുടെ ജൂത അയൽവാസിക്ക് നൽകിയോ എന്ന്. ജൂത അയൽവാസി എന്നല്ല പറയുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അയൽവക്കത്ത് താമസിക്കുന്ന സഹോദരൻ ജൂതമത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഇത് നിങ്ങൾ നൽകിയോ എന്നാണ് പ്രവാചകൻ തിരുമേനി ചോദിക്കുന്നത്. നൽകിയിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ ഉടനെ പ്രവാചകൻ ഒരു വചനം പറയും. മാലാഖ വന്നുകൊണ്ട് എപ്പോഴും എന്നോട് ഉപദേശിക്കുന്നത് അയൽക്കാരൻ്റെ കാര്യമാണ്. ഞാൻ എൻ്റെ ധനത്തിൽ അയൽക്കാരൻ അനന്തരാവകാശിയായി മാറുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം അയൽക്കാരൻ്റെ കാര്യത്തിൽ നിരന്തരമായി മാലാഖ വന്ന് എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന് പ്രവാചകൻ തൻ്റെ വീട്ടുകാരോട് പറയുമായിരുന്നു. ഈ ഒരു അയൽപക്ക സൗഹൃദം ജാതിമത വ്യത്യാസമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്നയാളും നമ്മുടെ സഹോദരനാണെന്നുള്ള ബോധ്യം, പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ കൊറോണയുടേതായ വലിയ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണിത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അതല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ആശങ്കകൾ മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. സാമ്പത്തികമായിട്ട് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുമ്പോൾ നമ്മുടെ അയൽ വീട്ടിലും അടുപ്പ് പുകയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. കാരണം പട്ടിണിക്ക് ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയ ചിന്തകൾ ഏതുമില്ല. അതാരെയും എപ്പോഴും പിടികൂടാം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബം ആഹരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അയൽപക്കത്തെ വീട്ടിലും ഭക്ഷണം തയ്യാറാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് സാധിക്കണം, നിങ്ങൾക്കും സാധിക്കണം. വലിയ സാമ്പത്തിക ദുരിതം ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സഭാ സമ്മേളനങ്ങൾ നൽകേണ്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഏറ്റവും വലിയ സന്ദേശം അതാണ്. കാരണം സഭ എപ്പോഴും
ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കും അതീതമായിട്ട് നിന്നുകൊണ്ട് ലോകത്തോട് സംവദിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള കൂട്ടായ്മയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് മഹാനായ ശ്രീനാരായണ ഗുരു നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ മുൻഗാമികൾ അവരെ പ്രവർത്തിച്ചത്, അവരെ സ്വപ്നം കണ്ടത് മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏകോദര സഹോദരന്മാരായി മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ മുൻഗാമികൾ അതായിരുന്നു അവരുടെ കിനാവുകളെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകളാവാൻ, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിൽ സഭ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുമ്പോൾ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പുരോഗതി മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ഭാരതത്തിലെ ഓരോ യുവാവിൻ്റെയും ഓരോ വിദ്യാർത്ഥിയുടെയും വൈജ്ഞാനികമായ മുന്നേറ്റമാണ് സഭ ലക്ഷ്യം വെക്കുന്നത്. ആ അർത്ഥത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനമാണ് സഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭ ആതുര സേവാരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കേവലം ഒരു വിഭാഗത്തിൻ്റെ മാത്രം മുന്നേറ്റമല്ല, മറിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും ആരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഈ അർത്ഥത്തിലുള്ള സഭാപ്രവർത്തനങ്ങളെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പിന്തുണക്കണം. സഭയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാ മതകൂട്ടായ്മകളും, നമ്മുടെ എല്ലാ സന്യാസ സംഘങ്ങളും ആ അർത്ഥത്തിൽ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വരണം. അതിന് സഭ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയാണ്. സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ കർദിനാൾ ക്ലീമീസ് കാതോലിക്കോസ് ബാവ, ഏറ്റവും ബഹുമാന്യനായ സ്വാമിജി വീരഭദ്രാനന്ദ, ഏറ്റവും ബഹുമാന്യനായ സുഹായി മൗലവി, പ്രിയപ്പെട്ട യോശുവമാർ ഇഗ്നാത്യൂസ് പിതാവേ, മാർ യോഹന്നാൻ മാർ തെഡോഷ്യസ് പിതാവേ, ഈ വലിയ സമുന്നതമായ ഡിജിറ്റൽ ഫോറത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ, അതിശ്രേഷ്ഠമായ ഒരു കൂടിവരവിലാണ് നാം എല്ലാവരും. അധ്യാത്മ പെരുമയുള്ള നാടാണ് ഇന്ത്യ രാജ്യം. മലങ്കര കത്തോലിക്ക സഭ ഭാരതത്തിൻ്റെ അന്തരാത്മാവിലുള്ള ഒരു മാതൃകാ ലാളിത്യത്തെ കൈമുതലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സമൂഹമാണ്. അനന്യ തേജസ്വിയായ ഒരു പ്രഭാപൂർണനായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. ഭാരതീയ സംസ്കാരത്തിൻ്റെ വിളിമ്പിൽ നിൽക്കുന്നവരല്ല മലങ്കര ക്രൈസ്തവർ, കത്തോലിക്കർ. പലപ്പോഴും സാംസ്കാരിക ഭാരതത്തിൻ്റെ സാഗരത്തിലേക്ക് എടുത്ത് ചാടിയവരാണ് അവർ. ഗീവർഗീസ് മാർ ഇവാനിയോസ് അതിബുദ്ധിമാനായ ഒരു ശ്രേഷ്ഠാചാര്യനായിരുന്നു. അനശ്വരതയുടെ ആകാശത്തിൽ ചരിക്കുന്ന സ്വർഗസ്ഥനായ ആ പുണ്യ പുരുഷനെ നമ്മോട് അടുപ്പിക്കുന്ന ഒരു ദൂരദർശിനി തന്നെയാണ് ഈ
സംവാദം, ഈ സമ്മേളനം കറയറ്റ സന്യാസിയുടെ പുകൾപെറ്റ അച്ചടക്കവും കിടയറ്റ വചനോ ഉപാസകശീലവും മാർ ഇവാനിയോസിനെ വ്യതിരിക്തനായ ആളാക്കി മാറ്റി. മലങ്കര കത്തോലിക്ക സഭയുടെ രാജശില്പി എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിൻ്റെ നവതിയിലാണ് നമ്മൾ. അതായത് പരിശുദ്ധ സിംഹാസനത്തോടുള്ള കൂട്ടായ്മയിൽ പ്രവേശിച്ചതിൻ്റെ 90-ാം വർഷം. സെപ്റ്റംബർ മാസം 20-ാം തീയതി 1930 ഈ കൂട്ടായ്മ യാഥാർത്ഥ്യമായത്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മിഷണറി ശുശ്രൂഷ വഴിയാണ് ഈ വലിയ കൂട്ടായ്മയിലേക്ക് അവർക്കെത്താനായിട്ട് സാധിച്ചത്. സിറോ മലബാർ സഭയിലെ കൂനൻ കുരിശ് സംഭവത്തിന് ശേഷം ഓർത്തഡോക്സ് വിഭാഗമായിട്ട് മാറി നിന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് മാർ ഇവാനിയോസ് വരുന്നത്. 1882 ജനിച്ച അദ്ദേഹം വിദ്യാസമ്പന്നനായ ആളായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയത് അന്ന് ഈ സമൂഹത്തിൽ വേറെ ആരുമില്ലായിരുന്നു. 1920കളിൽ ഓർത്തഡോക്സ് സഭയിൽ വലിയൊരു റീയൂണിയൻ മൂവ്മെൻറ്റ് ഉണ്ടായി. ഗീവർഗീസ് എന്ന പേരായ അച്ഛൻ മേലധ്യക്ഷനായപ്പോൾ ഇവാനിയോസ് എന്ന പേരെടുത്തു. ഈ മൂവ്മെൻറ്റ് നയിക്കാൻ അദ്ദേഹത്തെയാണ് ആ സമൂഹം ചുമതലപ്പെടുത്തിയത്. അത്ര വലിയ പ്രോത്സാഹനമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. 1930 കേവലം 4 പേര് മാത്രം, ഇവാനിയോസ് പിതാവ്, ഒരു വൈദികൻ, ഒരു ഡീക്കൻ, ഒരു അൽമായൻ, ഈ ചെറിയ ഒരു സമൂഹമാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. ഇവാനിയോസ് തിരുമേനി 1953 ദിവംഗതനായി. അദ്ദേഹത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന മലങ്കര കത്തോലിക്ക സഭ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ്, സിറിൽ മാർ ബാസേലിയോസ്, ഇപ്പോൾ ബാസേലിയോസ് ക്ലീമീസ് എന്നീ വലിയ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വളർന്ന് വലുതായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലെത്തി. ഇവിടെ നമ്മളിന്ന് ഒരു മതാന്തര സംവാദത്തിലാണല്ലോ, ഇൻ്റർ റിലീജിയസ് ഡയലോഗ്. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയിലെ ഒരംഗമെന്ന നിലയിൽ 2 വാക്കുകൾ പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ നിലപാടുകളും അതിന് വ്യാഖ്യാനം നൽകിയ എമെരിറ്റൂസ് പാപ്പയുടെ 1-2 ചിന്തകളുമാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കുന്നത്. കൗൺസിലിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഈ മേഖലയിലുള്ള ഏറ്റവും നല്ല വഴികാട്ടി. മറ്റു മതങ്ങളിൽ നന്മയും സത്യവുമായ അംശങ്ങളുണ്ട് എന്ന് കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായ തിരുസഭ പാരഗ്രാഫ് 5 പഠിപ്പിക്കുന്നു. മറ്റു മതങ്ങളിൽ മതപരവും മാനുഷികവുമായ അനേകം അമൂല്യ സത്യങ്ങളുണ്ട് എന്ന് സഭ ആധുനിക ലോകത്തിൽ എന്ന ഡോക്യുമെൻറ്റിലും പറഞ്ഞു വച്ചിട്ടുണ്ട്. ദൈവാനുഭവത്തിൻ്റെ വിത്തുകൾ അവയിലുണ്ട് എന്ന് ജനതകളിലേക്ക് അബ്ജന്തസ് എന്ന പ്രമാണരേഖയിലും പറഞ്ഞു വച്ചിരിക്കുന്നു. സത്യത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും വിത്തുകൾ മറ്റ് മതങ്ങളിൽ ദൃശ്യമാണ് എന്ന് വീണ്ടും ഈ പ്രമാണരേഖ പറയുകയാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മികളും മറ്റ് മതങ്ങളിലുണ്ട് എന്ന് അക്രൈസ്തവ മതങ്ങൾ എന്ന പ്രമാണരേഖയിലും ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
ഇതാണ് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് എന്ന കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഇന്ത്യ ഈസ് എ യുണീക്ക് ഇൻ്റർ റിലീജിയസ് ടെറൈൻ. ഇൻ്റർ റിലീജിയസ് ഡയലോഗിന് ഇന്ത്യ പോലെ പറ്റിയ മറ്റൊരു രാജ്യവുമില്ല. ഇക്കാര്യത്തിൽ ഇതിനെ തെറ ഫിർമ, ഉറപ്പുള്ള രാജ്യം, നാട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഡയലോഗ് അല്ലെങ്കിൽ സംഭാഷണം എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലായിട്ടുള്ള, മാർജിനലായിട്ടുള്ള വിഷയമല്ല. വാസ്തവത്തിൽ ഡയലോഗ് ഒരു അനിവാര്യതയാണ്. നമുക്കാർക്കും അത് മാറ്റി നിർത്താൻ പറ്റില്ല. ലോകത്തിൻ്റെ ഭാവി തന്നെ ഒരു പരിധിവരെ ഈ ഡയലോഗുകളിൽ അധിഷ്ഠിതമാണ്. എല്ലാ മതവിഭാഗങ്ങളുമായിട്ടുള്ള ഡയലോഗിന് ജീവിതത്തിൽ ഒരു മുൻഗണന കൊടുക്കണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഡയലോഗിലും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ഡയലോഗ് ഒരു ജേർണിങ് ടുഗദറാണ്, ഒന്നിച്ചുള്ള യാത്രയാണ്, ഒന്നിച്ചുള്ള വർത്തമാനമാണ്, ഒന്നിച്ചുള്ള സംഭാഷണമാണ്. അവിടെ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനും സ്വീകരിക്കാനും പറ്റും. പാപ്പ എമെരിത്തൂസ് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകമതങ്ങളോട് വലിയ ആദരവ് കാണിക്കേണ്ടിയിരിക്കുന്നു. സമാധാനവും സ്വാതന്ത്ര്യവും സാമൂഹ്യനീതിയും ധാർമ്മിക മൂല്യങ്ങളും ഇത്തരം സംവാദങ്ങളിലൂടെ വളർത്താൻ കഴിയും. അതേസമയം ഈ ഡയലോഗ് അക്രൈസ്തവ സംസ്കാരങ്ങളിലേക്ക് ഈശോയെ എത്തിക്കുന്ന സുവിശേഷവൽക്കരണത്തിനും മിഷനറി ഔത്സുക്യത്തിനും പകരമുള്ളതല്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല. ആ ഒരു സുവിശേഷവൽക്കരണ ഡ്രൈവ് നമ്മൾ ഒരിക്കലും നമ്മിൽ നിന്ന് മാറ്റി കളയാനും പാടില്ല. ഡയലോഗിൻ്റെ ലക്ഷ്യം മനസ്സാന്തരപ്പെടുത്തലല്ല, അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെയും കോർ ബിലീഫ്സ് അതിൽ നമുക്ക് ഒറ്റ സംവാദം വഴി എത്തിച്ചേരണം എന്നുള്ളതുമല്ല. ഡയലോഗിൻ്റെ ലക്ഷ്യം പരസ്പരം കാണുക, ശ്രവിക്കുക എന്നുള്ളതാണ്. ടു സീ ആൻഡ് ടു ലിസൺ ഈച്ച് അതർ. ഓരോരുത്തരെയും പരിചയപ്പെടുക, പരസ്പരം ആദരവും ബഹുമാനവും പുലർത്തുക എന്നതാണ് ഇതിൻ്റെ കാതലായ വസ്തുത. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മതമൈത്രിയേക്കാൾ മനുഷ്യമൈത്രി എന്നാണ് ഇതേക്കുറിച്ച് പറയേണ്ടത്. മതങ്ങളുടെ അടിസ്ഥാനപരമായ കോർ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ നമുക്ക് ഐക്യത്തിൽ എത്താൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. പല മതങ്ങളും വലിയ മിഷണറി റിലീജിയൻസാണ്. ഹിന്ദുയിസം, ഇസ്ലാം, ജുഡൈസം എല്ലാം. ആ ഒരു കാഴ്ചപ്പാട് ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ ഡയലോഗിൽ ഏർപ്പെടുമ്പോഴും മനസ്സിലാക്കാതെ സൂക്ഷിക്കണം. വർഗീയതയും മൗലികവാദവും ആർക്കും നല്ലതല്ല. എമെരിത്തൂസ് പാപ്പ പറഞ്ഞു വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡയലോഗിൽ നമ്മളുടെ ക്രിസ്തീയതയുടെ അടിസ്ഥാനപരമായ ആ നിലപാട് റിലേറ്റീവൈസ് ചെയ്യരുത്. എങ്ങനെ വേണമെങ്കിലും ആകാം എന്നുള്ളത് ആ നിലപാടെടുക്കരുത്. ക്രിസ്തുസ് ഡോമിനൂസ്, ക്രിസ്തു ഏകരക്ഷകൻ എന്ന നിലപാടിൽ മായം ചേർത്ത് ഡയലോഗിൽ നമ്മൾ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ധാർമ്മികവും ആത്മീകവും വിശ്വാസപരവുമായ കാര്യങ്ങൾ മറ്റ് മതവിഭാഗത്തിൽ ഉള്ളത് കാണാനും മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കണം. മതങ്ങൾ തമ്മിൽ ഡിഫറൻസസ് മാത്രമല്ല, അഫിനിറ്റീസ്, അടുപ്പവും ഇഷ്ടവുമുണ്ട് എന്ന കാര്യവും നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇൻ്റർ റിലീജിയസ് ഡയലോഗിനെ കുറിച്ച് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പലപ്പോഴും
മാക്രോ എക്യുമെനിസം എന്ന് പറയാറുണ്ട്. എക്യുമെനിസം ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള സംഭാഷണമാണല്ലോ. അപ്പോൾ ഈ ഇൻ്റർ റിലീജിയസ് ഡയലോഗിൽ ഒരു മാക്രോ എക്യുമെനിസം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വൈഡറായിട്ടുള്ള എക്യുമെനിസം ഉണ്ട് എന്നെല്ലാമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരും ഏറെയുണ്ട്. കാർഡിനൽ ഫ്രാൻസിസ് അരൻസെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇൻ്റർ റിലീജിയസ് ഡയലോഗ് is a meeting of people of differing religions in an atmosphere of freedom and openness in order to listen to the other and hopefully to seek possibilities of collaboration. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നടത്തിയ ഒരു നിരീക്ഷണമാണ്. അതുകൊണ്ട് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് നമ്മെ സംബന്ധിച്ച് ഒരു പെഡഗോജി പോലെ, ഒരു പുത്തൻ പ്രബോധന ശൈലി പോലെ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മലങ്കര കത്തോലിക്ക സഭ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ധീരതയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും അടയാളമാണ് ഭാരതീയർക്ക് കാവ്യവസ്ത്രം. ലോകത്തെ ഉപേക്ഷിച്ച് വികാരങ്ങളുടെ മേൽ വിജയം നേടിയതിൻ്റെ അടയാളമാണ് അത് എന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. മലങ്കര മെത്രാന്മാർ ഈ സാംസ്കാരിക അനുരൂപണം നടത്തിയവരാണ്. ഭാരതീയമായതെല്ലാം നിഷിദ്ധമാണ് എന്ന ഒരു ചിന്ത അവരുടെ പിതാക്കന്മാരോ വൈദികരോ ഉൽമായരോ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. ഭാരതീയ ക്രിസ്ത്യാനികൾ വളരേണ്ടത് ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാവണം. നമ്മുടെ പൂർവികർ ഈ സാംസ്കാരിക അനുരൂപണം നല്ലതുപോലെ നടത്തിയവരായിരുന്നു. വിവാഹത്തിലെ താലികെട്ടും മന്ത്രകോടി അണിയിക്കലും ക്രൈസ്തവർ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതുപോലെ മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ അനവധി കാര്യങ്ങൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്കുലറിസം സംരക്ഷിക്കുന്നതിൽ മലങ്കര കത്തോലിക്ക സഭ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടാണിരിക്കുന്നത്. നേഷൻ ബിൽഡിങ്ങിൽ, രാഷ്ട്രനിർമ്മിതിയിൽ ശരിയായിട്ടുള്ള ഒരു ദേശീയത സംരക്ഷിക്കുന്നതിൽ, ആധികാരികമായ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു പരിരക്ഷിക്കുന്നതിൽ, ഭാരതത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാം ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിസമ്പന്നമായ തിരുവനന്തപുരം മലങ്കര അതിരൂപത ഭദ്രാസനത്തിൻ്റെ പരമാധ്യക്ഷൻ എന്ന നിലയിലും കർദിനാൾ എന്ന നിലയിലും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും ക്ലീമീസ് ബാബ തിരുമേനിയുടെ നേതൃത്വം ഈടുറ്റതാണ്. മികച്ച മധ്യസ്ഥ പാഠവും നയചാതുരിയും അദ്ദേഹത്തെ എന്നും വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കുന്നു. വസ്ത്രധാരണത്തിലും സമീപന ശൈലികളിലും ആശയവൈവിധ്യത്തിലും ബാബ തിരുമേനി ഡയലോഗിൻ്റെ ആളാണ്. കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ വക്താവാണ്. KCBC, CBCI എന്നീ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ, സ്ഥാപനങ്ങളുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇതെല്ലാം വലിയ സംവിധാനങ്ങളാണ്. അതിലൂടെ ഈടുറ്റ ഒരു നേതൃത്വം ഭാരതത്തിന് മുഴുവനും നൽകിയ വ്യക്തിയാണ് ബാബ തിരുമേനി. മാവേലിക്കര മലങ്കരയുടെ പൈതൃകത്തിൻ്റെ ഈറ്റില്ലമാണ്, തറവാടാണ്. പ്രിയങ്കരനായ ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവ് ജനകീയനും ആത്മീയനും വചന പ്രഘോഷകനുമാണ്. രൂപതാധ്യക്ഷൻ എന്ന ശുശ്രൂഷയ്ക്ക് പുറമെ KCBCയുടെ അധ്യക്ഷൻ, CBCയുടെ ഉപാധ്യക്ഷൻ, CBCയുടെ വ്യത്യസ്ത കമ്മീഷൻ്റെ ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പിതാവ് നിസ്തുലമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. ഇഗ്നാത്യൂസ് പിതാവും ഡയലോഗിൻ്റെ ആളാണ്.
ഈ വലിയ കൂടിവരവിൻ്റെ ചെയർമാൻ കൂടിയായിരിക്കുന്ന യുഹാനോൻ മാർ തെഡോഷ്യസ് തിരുമേനിയെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും ആത്മീയതയും മലങ്കരയ്ക്ക് അഭിമാനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭയുടെ നവതി റീയൂണിയൻ നമ്മൾ ഓർക്കുമ്പോൾ സ്വർഗസ്ഥനായ മാർ ഇവാനിയോസ് തിരുമേനിയെ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരേക്കിയ നവതി ആഘോഷ സമാപനത്തിൻ്റെ ഭാഗമായി ഇന്ന് നടന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്താനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് സഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയിൽ ആർഷ ഭാരതത്തിലെ വിവിധ മതങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് സഭ ആകമാനമായി നന്ദി രേഖപ്പെടുത്തുവാൻ ഈ നവതി ആഘോഷം ഏറ്റവും അനുയോജ്യമാണല്ലോ. മാർത്തോമാ ശ്ലീഹായുടെ 52 മുതലുള്ള ഭാരത മണ്ണിലുള്ള സുവിശേഷ പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് ഇവിടുത്തെ പൂർവികർ നൽകിയിട്ടുള്ള പിന്തുണയും മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിന് കാതോർക്കുകയും പിൻചൊല്ലുകയും ചെയ്ത പൂർവികരെ കൃത്യമായിട്ട് ഓർത്തുകൊണ്ടും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ പുരോഗതിയിൽ ഏറെ സംഭാവന നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ നവതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രകാരം ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ പ്രസക്തി, ആവശ്യകത നമുക്ക് മനസ്സിലാകുമല്ലോ. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിമന്യ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയാണല്ലോ. തൻ്റെ ഇടയിലെടുത്ത ശുശ്രൂഷയിലൂടെ ഭാരതത്തിലെ വിവിധ മതങ്ങളുമായുള്ള സ്നേഹബന്ധവും ഹൃദയ അടുപ്പവും ഇതിനോടകം ഈ നാട് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസിനോടുള്ള നന്ദി ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ വളരെ സന്തോഷത്തോടു കൂടി അറിയിച്ചുകൊള്ളു. ഈ സമ്മേളനത്തിനും സഭാ നവതി ആഘോഷങ്ങൾക്കും തൻ്റെ സന്ദേശത്തിലൂടെ ആശംസകൾ അറിയിച്ച ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി സർവശ്രീ വെങ്കയ്യ നായിഡു അവറുകൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. സമ്മേളനത്തിന് സ്വാഗതം അറിയിക്കുകയും ഈ നവതി സമാപന ആഘോഷങ്ങളുടെ രക്ഷാധികാരിയുമായിരിക്കുന്ന CBCI വൈസ് പ്രസിഡന്റും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനും മാവേലിക്കര രൂപത അധ്യക്ഷനുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിന് വളരെ സ്നേഹത്തോടു കൂടിയുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന് ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് ഏറ്റവും പണ്ഡിതോചിതമായ പ്രഭാഷണം നടത്തിയ രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മഠമായ ഹരിപ്പാട് രാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വീരഭദ്രാനന്ദ സ്വാമികൾക്ക് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സഭയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇസ്ലാം മതത്തിൽ നിന്നും ആശംസകൾ അറിയിച്ചുകൊണ്ട് വളരെ നല്ല ഒരു പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച തിരുവനന്തപുരം പാളയം ഇമാം
ഡോക്ടർ VP സുഹൈബ മൗലവി അവർകൾക്കുള്ള സഭയുടെ നന്ദി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. ക്രൈസ്തവ മതത്തിൻ്റെ പ്രതിനിധിയായി നമ്മോട് സംസാരിച്ച നമുക്ക് ഏറെ സുപരിചിതനായ മലങ്കര സഭയിലെ അനേകം വൈദികരുടെ ദൈവശാസ്ത്ര പ്രൊഫസറും നമ്മുടെ സഭയുടെ ഏറ്റവും നല്ല ഒരു അഭിലേഖാംശിയും ആയിരിക്കുന്ന സീറോ മലബാർ സഭ പാലാരൂപതാധ്യക്ഷൻ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനുള്ള നന്ദി ഏറെ ബഹുമാനപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്ത വിവിധ മതങ്ങളിലെ സഹോദരങ്ങൾ, സ്നേഹിതർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഈ സമ്മേളനം ഈ കോവിഡ് വൈറസിന്റെ വ്യാപന പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ വളരെ ഭംഗിയായി പൊതുജനത്തിന് എത്തിക്കുവാൻ പരിശ്രമിച്ച ആഘോഷ കമ്മിറ്റി കൺവീനർമാരെയും സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്ത സുഹൃത്തുക്കളെയും മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.